ദൈവമേ, അശ്വൻ കൂട്ടുകാർ ഇപ്പൊ വരുമല്ലോ. ഇനിയിപ്പോ ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങണം. ഇനി എപ്പോഴാണോ ആവുക? വെള്ളവും ഇല്ല, കറണ്ടും ഇല്ല. ആശം പിടിക്കാനായിട്ട് ഏത് നേരത്താണോ എനിക്ക് പൊട്ട ബുദ്ധി തോന്നിയത്? ഈ ശകുന്തല ഈ നേരത്ത് ഇവിടെ ഇല്ലാതെ പോയല്ലോ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ ആയി പോയല്ലോ. ദൈവമേ, എന്റെ അവസ്ഥ, എന്റെ ഒരു തലവിധി. ഏത് നേരത്താണ് ദൈവമേ, ദൈവമേ, നീറിയിട്ട് വയ്യ. ഇനി കിണറ്റിന് തന്നെ വെള്ളം കോരണമല്ലോ. എവിടെ തൊട്ടിയും കയറും. എടി ശകുന്തളേ, അവളിവിടെ ഇല്ലല്ലോ. നാശം. ഒരു അത്യാവശ്യത്തിന് നോക്കുമ്പോ ആരും കാണുന്നില്ലല്ലോ. എന്റെ ദൈവമേ, കഷ്ടകാല സമയത്ത് അരഞ്ഞാണോ പാമ്പായി മാറൂന്ന് പറഞ്ഞ പോലെ. ആരേലും ഒന്ന് വായോ. എന്റെ അമ്മേ, എന്റെ കണ്ണ്. എന്താ, എന്തു പറ്റി? കണ്ണില് മുളക് പൊടി വീണേ. മുഖം കഴുകാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു. അയ്യോ, പൈപ്പിലും വെള്ളമില്ല. തൊട്ടിയും കയറി നോക്കിയിട്ട് അതും കാണുന്നില്ല. അയ്യോ, എന്റെ കണ്ണ്. തൊട്ടിയും കയറും. ഞാൻ കോരിത്തരാം, ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. ഇന്ന് വിരുന്നുകാരുണ്ടെന്ന് ദേവൂട്ടി പറഞ്ഞു. എന്തെങ്കിലും സഹായിക്കണോ? എങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അയ്യോ, അല്ലെങ്കിൽ വേണ്ട. സന്ദീപിനെ അതൊന്നും ഇഷ്ടാവില്ല. അവനെ എന്റെ കൈകൊണ്ട് വല്ലതും വെച്ചുണ്ടാക്കുന്നതാ ഇഷ്ടം. എന്റെ വിധി എന്ന് പറഞ്ഞാ മതിയല്ലോ. എടി, ഞങ്ങൾ വന്നതുകൊണ്ട് നിന്റെ സ്റ്റെപ്പ് മദറിന് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? ശ്രീഹലാമയ്ക്ക് ഇവിടെ വിസിറ്റേഴ്സ് വരുന്നതാ ഇഷ്ടം. ഡാഡിയുടെയോ സന്ദീപിന്റെയോ ഫ്രണ്ട്സ് ആര് വന്നാലും പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷാ. അവരെ വയറു നിറച്ച് സൽക്കരിച്ചിട്ടേ വിടുവുള്ളൂ. അപ്പൊ പിന്നെ എന്റെ ഫ്രണ്ട്സ് വന്നാ പറയേണ്ട കാര്യമുണ്ടോ? സ്റ്റെപ്പ് മദറായിട്ട് നിന്നോട് ഇത്രയും കൺസിഡറേഷൻ ഉള്ള ഒരാളാണല്ലോ. അതേതായാലും നിന്റെ ഭാഗ്യമാണ് മോളെ. എന്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണോന്നേ ഡാഡിക്ക് ഭയങ്കര നിർബന്ധമാ. അവരുടെ കല്യാണത്തിന് ശേഷമേ ശ്രീകലാമ ഇതുവരെ അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന കാര്യം നിന്റെ ശ്രീകലാമ അറിഞ്ഞില്ലേ? പിന്നെ അറിയാതിരിക്കോ? ശ്രീകലാമേ, ഞങ്ങളിതേ കഴിക്കാനിരുന്നു കേട്ടോ.
ചപ്പാത്തി സ്റ്റാർട്ടർ ആയിരിക്കും അല്ലേ ശ്രീലാമേ? ഇത് ഭയങ്കര റെഡിഷ് ആണല്ലോ, എന്താ ഇത്? അതെ, ചപ്പാത്തിക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഡിഷാ. ചില്ലി ജാം. ചില്ലി ജാമോ? അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. ഇതേ അങ്ങനെ ആരും കഴിക്കാൻ വഴിയില്ല, എന്റെ ഒരു സ്പെഷ്യൽ ഡിഷാ. ഓ, കഴിച്ചോ. കഴിച്ചു മതി. ഇത് ഇതെന്ത് കറിയാ ശ്രീലമ്മേ? ചില്ലി ജാം എന്നൊക്കെ പറഞ്ഞിട്ടേ ഇത് വെറും മുളക് വെള്ളമാണല്ലോ. അല്ല, ദേവൂട്ടി ആയിരിക്കും അല്ലേ ഇതുണ്ടാക്കിയത്? ഏയ് അല്ലല്ലല്ല, ഇവിടുത്തെ സെർവന്റാ. സ്റ്റാർട്ടർ എന്തായാലും മോശമായിരുന്നു കേട്ടോ. ഇനിയിപ്പോഴേ ശ്രീലാമ്മയുടെ റൈസും കറികളും ആ ഹൈലൈറ്റ്. അതൊരിക്കലും മോശമാവില്ല അല്ലേ ശ്രീലാമ്മ? അതെ, ഇവിടെ ചപ്പാത്തിയും കറിയും മാത്രമേ ഉള്ളൂ. കറണ്ട് ഇല്ലാത്തത് കാരണം ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വർഷമോളുടെ കൂട്ടുകാര് വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അല്പം ആഹാരമൊക്കെ ഒരുക്കി. വിരോധമൊന്നുമില്ലെങ്കിൽ ഇത് കഴിക്കാം. വെജിറ്റേറിയനാ കേട്ടോ. മോളെ, ഇതൊക്കെ വിളമ്പിക്കൊടുക്ക്. ആ, വിളമ്പിക്കാം. വേണ്ട, ഞാൻ എടുത്തോളാം. മതി. വണ്ടർഫുൾ.